സുഹൃത്തുക്കളെ, ഈ മാർച്ച് 26 നമ്മുടെ ശുക്രൻ രാശി മാറുകയാണ്. അപ്പം 26 5:13 AM. അപ്പം ഈ ശുക്രൻ രാശി മാറുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമ്പത്താണ് കൊണ്ടുത്തരുന്നത്. കാരണം ശുക്രൻ്റെ പല വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ശുക്രനെ പറ്റി നമുക്ക് പ്രതിപാദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ശുക്രൻ എന്ന സമ്പത്തിൻ്റെ ഗ്രഹമാണ്. നമുക്കിപ്പോൾ ഒരാൾക്ക് വീട് വേണം, ഒരു വീട് വേണമെന്നൊരു ശുക്രൻ അറിയാതെ ഒരിക്കലും ഒരാൾക്ക് വീട് വാങ്ങിക്കാൻ പറ്റത്തില്ല. കാരണം ആ ശുക്രൻ്റെ മേളിൽ കൂടെ ട്രാൻസിഷനിൽ കൂടെ ഈ ജൂപ്പിറ്ററോ അല്ലെന്നുവരിയിൽ സാറ്റേണൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ വീട് വാങ്ങിക്കാനുള്ള പറ്റത്തുള്ളൂ. കാരണം ആ ഒരു സമയത്ത് മാത്രമേ ആക്ടിവേറ്റ് ആകുകയുള്ളൂ. ഇപ്പം നിങ്ങൾ ഇന്നിപ്പോൾ ഒരു ഡയമണ്ട് വാങ്ങിക്കണമെന്ന് ഒരിക്കലും ഇമ്പോസിബിളാണ്. ശുക്രനില്ലെന്ന് വരി ഒരിക്കലും നിങ്ങൾക്ക് ഡയമണ്ട് വാങ്ങിക്കാം. ശുക്രൻ ഗോചാരത്തിൽ കൂടെ, ഗോചാരം എന്ന് പറഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമ്മൾ വരുമ്പോഴത്തേന്. അപ്പം ഗോചാരത്തിൽ കൂടെ നമുക്കിത് നമ്മുടെ ഗ്രഹത്തിൻ്റെ മേലിൽ, അതായത് ശുക്രൻ്റെ മേളിൽ കൂടെ ശുക്രൻ പാസ് ചെയ്യുകയോ അല്ല വ്യാഴം ശനി ഇങ്ങനെയുള്ള ചില ഗ്രഹങ്ങൾ പാസ് ചെയ്യുകയോ അങ്ങനെയുള്ള സമയത്ത് മാത്രമേ പറ്റത്തുള്ളൂ. അതിൻ്റെ അലൈൻമെൻറ്റും കണക്ടിവിറ്റിയും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം അതുതന്നെയല്ല, നമുക്കിപ്പം ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാലഘട്ടങ്ങളും ഓരോ കാര്യങ്ങൾ അക്യുറേറ്റായിട്ട് പറയാൻ പറ്റുക. അതായത് നമുക്ക് ഒരു ജീവിതത്തിൽ എത്രാമത്തെ വയസ്സ് നമുക്ക് ജോലി കിട്ടി, ഫസ്റ്റ് സാലറി എത്രാമത്തെ വയസ്സിൽ കിട്ടിയത് മുതൽ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ചൈൽഡ് ബർത്ത്, നമുക്ക് കുട്ടികളുണ്ടാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ വീട് വെക്കാൻ പറ്റുന്നത്, വണ്ടി വാങ്ങിക്കാൻ പറ്റുന്നത്, എപ്പോൾ വണ്ടി വാങ്ങിക്കാൻ പറ്റും, എപ്പോൾ വീട് വെക്കാൻ പറ്റും, എപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റും, അതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കട്ടെ. അല്ല പിന്നെ ഇങ്ങനൊരു സയൻസിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഞാൻ ഒരു 10-16 കൂടുതൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ അക്യുറസി പാർട്ടിലും ഈ പ്രഡിക്ഷൻ പാർട്ടിലും പെർഫെക്ഷൻ എന്ന് പറയുന്നതാണ് ബൃഹനാടി. അപ്പോൾ അതിനകത്ത് ഓരോ കാര്യങ്ങളും നമുക്ക് ഡീപ്പായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ കഴിഞ്ഞ പല വീഡിയോയിലകത്ത് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട ഈ എന്താ പറയുക, നമ്മുടെ വാസ്തുപരമായിട്ട് ശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രന് ന്യൂമറോളജി പ്രകാരം നമ്പർ 6 ആണ്. അപ്പം നമ്പർ 6 മൊബൈൽ ന്യൂമറോളജി പ്രകാരം ആ 6മായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചില വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി ശുക്രൻ്റെ പല വീഡിയോയിലും നമ്മൾ ശുക്രനുമായിട്ട് വാസ്തുപരമായിട്ട്, അതായത് ശുക്രൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു നമുക്ക് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ശുക്രൻ ഭരിക്കുന്നത്. അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ എന്തെങ്കിലുമുള്ള ടോയ്ലറ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശുക്രൻ എന്ന് പറഞ്ഞാൽ സമ്പത്തില്ലാതെ വരും. അതുപോലെ വയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നേരത്തെയുള്ള ശുക്രൻ്റെ വീഡിയോ പോയി നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാസ്തുപരമായിട്ടുള്ള ശുക്രനും വാസ്തുവും കൊണ്ടുള്ള പ്രഡിക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മൊബൈൽ ന്യൂമറോളജി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശുക്രനും മൊബൈൽ ന്യൂമറോളജി ആയിട്ട് ശുക്രനും നെയിമുമായിട്ടുള്ളത്. അപ്പം ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ നമ്പർ 6 ആണ്. അപ്പോൾ ഈ നമ്പർ 6മായിട്ട് ഈ നമ്പർ 6 എന്ന് പറയുന്നത് അതിൻ്റെ എനിമി പ്ലാനറ്റ്, അതായത് ശത്രു ഗ്രഹങ്ങളുണ്ട്. ഈ എല്ലാ ഗ്രഹങ്ങൾക്കും ശത്രുക്കളും മിത്രങ്ങളുണ്ട്. അങ്ങനെ ശത്രു ഗ്രഹങ്ങൾ നമ്മുടെ പ്ലാനറ്ററി പൊസിഷനിൽ എങ്ങനെയും കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ പല ഓബ്സ്റ്റക്കിൾ വരും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മൊബൈൽ നമ്പർ ഒരു 3 വർഷത്തിൽ കൂടുതൽ യൂസ് ചെയ്യുമ്പോഴത്തേന് ആ മൊബൈൽ നമ്പറിലെ ചില നമ്പേഴ്സ്, ഈ എനിമി നമ്പേഴ്സ് അങ്ങനെയൊക്കെ വന്നിട്ട് കണക്റ്റ് ആവുക, ഈ ശുക്രനുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞ അതിന് മുമ്പത്തെ നിങ്ങൾ ശുക്രൻ്റെ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ ആ മൊബൈൽ നമ്പറിൽ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. കാരണം കേരളത്തിൽ ഇത്ര പ്രചാരമില്ല ഈ മൊബൈൽ ന്യൂമറോളജി. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ, ആ ന്യൂമറോളജിയുടെ അത്ര അവയർനെസ് ഇല്ല. പക്ഷേ നേരം ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ഒരു മൊബൈൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നതിൽ ഇപ്പോൾ ഒരു 10-20 വർഷമായിട്ടുള്ള ഈ ഒരു അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കഴിഞ്ഞ 10 വർഷങ്ങളിൽ ആ സാധാരണക്കാരുടെ കയ്യിലോട്ട് മൊബൈലായിരിക്കുന്നത്. അപ്പം ഈ മൊബൈൽ ഒരു 3 വർഷത്തിൽ കൂടുതൽ ഓരോ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പല രീതിയിലുള്ള ഇമ്പാക്റ്റ് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. നമ്മുടെ മൊബൈൽ ന്യൂമറോളജിയുടെ അങ്ങനെ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും. അങ്ങനെ വാസ്തു, ന്യൂമറോളജി, ഈ പറഞ്ഞ മൊബൈൽ ന്യൂമറോളജി, പിന്നെ നെയിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴെന്ന് ഈ ഒരു സബ്ജക്റ്റിൽ ഈ ഒരു പ്രാവശ്യത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അതിനകത്ത് പകരമായിട്ട് നമ്മൾ വേറെ കുറച്ച് ഈ ശുക്രനുമായിട്ട് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില ഗ്രഹങ്ങൾ നമ്മുടെ ബർത്തിയായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്കെങ്ങനെ അതിനെ പറ്റി നമുക്കെങ്ങനെ അത് ബെനിഫിറ്റ് വരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
നമുക്ക് നമ്മുടെ ബർത്ത് ചാർട്ടിൽ എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശുക്രൻ നിൽക്കുന്നു. ആ ശുക്രൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വ്യാഴം വന്നെന്ന് വെച്ചോ. വ്യാഴം എന്ന് പറഞ്ഞാൽ ജീവഗ്രഹമാണ്. അപ്പോൾ എവിടെ നിന്നാട്ടോ നമ്മുടെ ബർത്ത് ചാർട്ട് എവിടെ ആയാലും ഈ ശുക്രൻ്റെ തൊട്ട പ്രീവിയസ് ഹൗസിൽ നമുക്ക് ഈ പറയുന്ന ജൂപ്പിറ്റർ വ്യാഴമെന്ന് പറഞ്ഞ ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആ ആളിന് ഒരു അധികം ദുഃഖിക്കേണ്ടി വരത്തില്ല. അത്യാവശ്യം നല്ല സമ്പത്ത്, സൗഭാഗ്യം, ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ, അതുമാത്രമല്ല ആയുസ് കൂട്ടിക്കിട്ടും. 67 വയസ്സ് വരെ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊന്നും വരികയില്ല. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു കോമ്പിനേഷനുണ്ട്. അതുപോലെ പല ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകാരായാലും ഫിലിം ഫീൽഡിലുള്ള ആൾക്കാരായാലും അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇത് നിങ്ങൾക്ക് പിന്നെ ചോദിക്കുമായിരിക്കും ചിലപ്പോൾ എപ്പോഴാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇമ്പോർട്ടൻസ് അതിനാണ് ഗോചാരം എന്ന് പറയുന്നത്. ഗോചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ബർത്ത് ചാർട്ടിൽ നമുക്കൊരു ഓരോ ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളുടെ മേളിൽ കൂടെ പിന്നെ ഗ്രഹങ്ങൾ പാസ് ചെയ്യും. അതായത് സ്കൈയിലെ ആകാശത്ത് ഗ്രഹങ്ങൾ പാസ് ചെയ്യും. ആ സമയത്ത് 100% സംഭവിച്ചിരിക്കും. സപ്പോസ് ഇപ്പം നമുക്ക് ശുക്രനാണെന്ന് വെച്ചോ. ഈ ശുക്രന് ഒരു പൊസിഷനിൽ നിൽക്കുന്നു. ആ ശുക്രൻ്റെ മേളിൽ കൂടെ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വ്യാഴത്തിൻ്റെ ട്രാൻസിഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വർഷമാണ്. അതുപോലെ ശനിയുടെ എന്ന് പറഞ്ഞാൽ 30 വർഷമാണ്. അപ്പോൾ വ്യാഴം എന്ന് പറഞ്ഞാൽ ഒരു രാശിയിൽ അപ്പോൾ 12 വർഷം എന്ന് പറഞ്ഞാൽ 12 രാശികൾ. അപ്പോൾ ഒരു രാശിയിൽ ഒരു വർഷം. അതുപോലെ ശനിയാണെങ്കിൽ 2.5 വർഷം ഒരു രാശിയിൽ. അങ്ങനെ 30 വർഷം കൊണ്ട് ഒരു സോഡിയാക് സൈൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ 62 റൗണ്ട് കൂടുമ്പോൾ ഷഷ്ടി പൂർത്തി. അപ്പോൾ ഈ 30 വയസ്സെന്ന് പറഞ്ഞാൽ പോലും ശനി ഒരു 30 വർഷം ആകുമ്പോഴെന്ന് പറഞ്ഞാൽ അതൊരു ടേണിംഗ് പോയിൻ്റാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതുമായിട്ട് നമുക്കൊന്ന് അലൈൻ ചെയ്തിട്ട് വായിക്കേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന പ്ലാനറ്ററി പൊസിഷനിൽ കൂടി ഈ പറയുന്ന ഗ്രഹങ്ങൾ ഏതെങ്കിലും നമ്മുടെ ശുക്രൻ്റെ മേളിൽ കൂടെ പാസ് ചെയ്യും. നമുക്ക് വീട് വാങ്ങിക്കാൻ, വണ്ടി വാങ്ങിക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ, ഇവൻ ഡയമണ്ട് വാങ്ങിക്കാൻ, അങ്ങനെ ശുക്രനില്ലെന്നൊരു നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. ഇവിടെ തന്നെ നമുക്ക് കേതു കണക്റ്റഡ് ആണെന്നോ രാഹു കണക്റ്റഡ് ആണെന്നോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പിനേഷനല്ല, മൾട്ടിപ്പിൾ കോമ്പിനേഷനാണ്. പിന്നെ ഒന്നിന് തന്നെ മൾട്ടിപ്പിൾ മീനിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്പ്യൂട്ടറൊക്കെ ഉള്ളതും ഈ കാര്യങ്ങൾക്കൊന്നും ഇന്നും പ്രസക്തി ഇല്ലാതായിപ്പോയത്. കാരണം കമ്പ്യൂട്ടറിന് വിവേചനമായിട്ടുള്ള ഒരു ബുദ്ധിയില്ല. മനുഷ്യനാണെന്നൊരു ഹ്യൂമൻ ബീങ്സിനാണെന്നൊരു അവർക്ക് ഓരോ കാര്യങ്ങളും ഫിൽട്ടർ ചെയ്ത് ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാനും എടുക്കാനുമുള്ള കഴിവും പക്വതയും ഉണ്ട്. അപ്പം ഇത് നോക്ക്, ഞാൻ ഇതിൻ്റെ ആയിട്ടുള്ള ഓരോ നാളിൻ്റെ ഈ ശുക്രൻ്റെ ആയിട്ടുള്ള വീഡിയോ ഈ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ലോങ് വീഡിയോ ആണ്. പക്ഷേ എന്ന് വെച്ചാൽ അത് അവയർനെസ്സിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഓരോ നാളിനെ പറ്റി അറിയണമെന്ന് വരില്ല. അപ്പോൾ പോയി കാണാവുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാഡീ ജ്യോതിഷമാണ് അതിനകത്ത് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. കാരണം വേൾഡിൽ ഒരു സയൻസിനും ഇത്ര ഡീപ്പായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾ കേട്ട് കാണുമായിരിക്കും ശിവനാഡി ജ്യോതിഷമെന്നും. ശിവനാഡി അവർ പോലും റിഫർ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഈ പറയുന്ന ബൃഹനാഡി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബൃഹനാഡി സയൻസാണ് ഞാനിവിടെ ഇതിനകത്ത് ഇതായിട്ട് നമുക്ക് റിഫർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നാഡീ ജ്യോതിഷത്തിൻ്റെ അന്തർധാരയിലേക്ക് വെളിച്ചം വീശുവാൻ കഴിവുള്ള ഒരുപാട് എക്സാമ്പിൾസ് ആ ഒരു ഇതിൻ്റെ അനുസരിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് താല്പര്യം ഉണ്ടോയെന്നൊരു പോയിട്ട് കാണാവുന്നതാണ്. അപ്പം അതേമാതിരി എന്തെങ്കിലും ഈ ഒരു സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ബൃഹനാഡി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ അങ്ങനെയൊക്കെ ഉള്ളത് താല്പര്യമുള്ള ആൾക്കാർക്കാണെന്നൊരു ഇതിനകത്ത് ലിങ്കുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത് ഏറ്റവും നമുക്ക് ഈ ബർത്ത് ചാർട്ടിലെ കണക്ടിവിറ്റിയാണ്. സപ്പോസ് നമുക്ക് വീനസ് എന്ന് പറഞ്ഞ ഒരു ഗ്രഹം, അതായത് ശുക്രൻ എന്ന് പറഞ്ഞത് സമ്പത്തിൻ്റെ ഗ്രഹമാണെന്ന് പറയും, നിങ്ങൾക്കൊരു അറിവിന് വേണ്ടി പറയുക. അപ്പം അവിടെ കേതു കണക്റ്റ് ആയിട്ട് നിൽക്കും ഒരാളുടെ ബർത്ത് ചാർട്ടിൽ. അങ്ങനെ ഉണ്ടെന്നൊരു 100% ആ ആളിന് ജീവിതത്തിൽ ഫൈനാൻഷ്യൽ ലോസ് 100% വരും. അത് എപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ ഈ കേതുവ് ഗോചാരത്തിൽ കൂടെ മേളിൽ കൂടെ ഇതിൻ്റെ മേളിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് 100% ഫൈനാൻഷ്യൽ ലോസ് വന്നിരിക്കും. അതേ സമയത്ത് തന്നെ ഈ ഒരു ഗ്രഹം ഈ പറയുന്ന ഈ വീനസ് എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ കൂടെ രാഹു നിൽക്കുകയെന്ന് വെച്ചു.
രാഹു എന്ന് പറഞ്ഞാൽ എപ്പോഴും എക്സ്പാൻഡ് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതേസമയം കേതു എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ കേതുവിൻ്റെ മേളിൽ കേതു ഇത് രണ്ട് ഗ്രഹങ്ങൾ നമ്മുടെ ബർത്തിയായിട്ട് കണക്റ്റായി നിൽക്കുന്ന ആൾക്കാരെന്ന് ഒരു 100% സാമ്പത്തികമായിട്ട് പല പ്രശ്നങ്ങളെ ചാൻസ് ഓഫ് ഡൈവേഴ്സ് ആകാനുള്ള ഒരു സാധ്യത, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്കതിനകത്ത് ചൊവ്വായ, ശുക്രൻ, അങ്ങനെ പല ഗ്രഹങ്ങളെ നോക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മെയിൽ ചാർട്ട്, ഫീമെയിൽ ചാർട്ട് അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ വെച്ചിട്ടാണ് നമ്മുടെ കല്യാണത്തിൻ്റെതും പല കാര്യങ്ങളും നമ്മൾ പറയുന്നത്. അപ്പോൾ ഈവൻ ഒരാൾക്ക് എന്ത് പഠിക്കാൻ പറ്റും, ഇവൻ MBA പോലും പഠിക്കാൻ യോഗമുണ്ടോ, അല്ലെ ഡോക്ടറാകാനുള്ള യോഗമുണ്ടോ, അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ നാനാതുറകളിലും ബന്ധപ്പെട്ടത് ഈവൻ ഫോറിൻ ട്രാവൽ ചെയ്യാൻ പറ്റുമോ, വിദേശത്ത് പോകാൻ യോഗമുണ്ടോ, വിദേശത്ത് പോയാൽ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ, എപ്പോൾ പോകാൻ പറ്റും, എപ്പോൾ സെറ്റിൽ ചെയ്യാൻ പറ്റും, അങ്ങനെ A to Z കാര്യങ്ങൾ പറയാനുള്ള സയൻസും ടെക്നോളജി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ പറഞ്ഞു വന്നാൽ ഇപ്പം നമ്മൾ ശുക്രൻ്റെ കാര്യം, ഈ ശുക്രൻ്റെ കൂടെ രാഹു കണക്ട് ചെയ്യുക. അപ്പോൾ ഈ രാഹു ശുക്രൻ കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പൈസ കാണും, ഒത്തിരി സമ്പത്ത്, ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ, ലക്ഷറികൾ. പിന്നെ ഈ കണക്ടിവിറ്റി ബാക്കി ഏതെങ്കിലും ഗ്രഹങ്ങളോടോ കണക്ടിവിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അപ്പം നിങ്ങളിനി അടുത്ത പറഞ്ഞാൽ ഇനി ചിരി വരും നിങ്ങൾക്ക്. ഈ ശുക്രൻ്റെ കൂടെ രാഹു കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടുമെന്ന് പറഞ്ഞു. അവിടെ തന്നെ ഈ ശുക്രനും രാഹുയുടെ കൂടെ മൂണ്, അതായത് നമ്മുടെ ചന്ദ്രൻ കണക്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് വെച്ചു, അവൻ്റെ പാളി എന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്നറിയാമോ, ആ ഒരു നമുക്ക് ട്രാൻസിഷന്, അതായത് ഗോചാരത്തിൽ കൂടെ ഈ പറയുന്ന പിന്നെ രാഹുവോ ഈ പറയുന്ന അല്ല വ്യാഴമോ ഒക്കെ കയറി, ചില വ്യാഴം, ശനി ഇങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടമായിട്ട് കണക്ട് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിളായിട്ടുള്ള ലോസ്, 7 നില പൊട്ടേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ. കാരണം എപ്പോഴും ഈ ട്രാവലിൻ്റെയും അല്ലെന്ന് വരില്ല റിലേറ്റഡ് ആയിട്ടുള്ള ഈ എന്തെങ്കിലും ചേഞ്ചസിൻ്റെ സഡൻ ചേഞ്ചസിൻ്റെ ഒരു ഗ്രഹമാണ് ഈ പറയുന്ന ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫൈനാൻഷ്യൽ ലോസ് 100%, പ്രത്യേകിച്ച് രാഹു എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഒരുപാട് ഇരട്ടി. അപ്പോൾ നേരത്തെ നമ്മൾ രാഹുവിനെയും ശുക്രനെയും പറ്റി പറഞ്ഞ് ഒരുപാട് പൈസ കിട്ടുമെന്നാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ നമ്മുടെ ചന്ദ്രൻ കയറി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 100% ഈ ഉണ്ടാകുന്ന മാതിരി തന്നെ 4 ഇരട്ടി പൈസ പോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഓരോ ഡീപ്പായിട്ട് പോകുമ്പോഴേ നിങ്ങൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പം ഒന്ന് മനസ്സിലാക്കേണ്ട, നമുക്കിങ്ങനെ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട ശുക്രനില്ലെന്നൊരു ജീവിതത്തിൽ ഒന്നുമില്ല, ഒരു സമ്പത്തും ഇല്ല. ബാറ്, ഡാൻസ്, പാട്ട്, എല്ലാ സംഭവങ്ങളും, എല്ലാം ജീവിതത്തിലെ ഇത് വെച്ചത് നമ്മുടെ ലൗകിക ജീവിതങ്ങളെ, നമ്മുടെ സന്തോഷകരമായിട്ട് നിമിഷങ്ങളെ അല്ലെന്നൊരു എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമുക്കൊരു എന്താ പറയുക, ഈവൻ ദ ചാൻസ് ഓഫ് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അതുപോലും ഈ ശുക്രനാണ്. ചില ആൾക്കാർക്ക് അതിന് പോലും യോഗമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ശുക്രനും കേതുവും കൂടെ കണക്റ്റഡാണ്. അതുമാതിരി ശുക്രൻ ഈ പറയുന്ന ചൊവ്വായും ഒക്കെ കണക്ടിവിറ്റി പല രീതിയിലുള്ള ആംഗിളിലല്ലെന്നൊരു ശനിയുടെ അങ്ങനെയൊക്കെ ഉള്ള കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളല്ലെന്നൊരു അപ്പം ഈ ഒരു സപ്പോസ് ഈ ശനിയൊക്കെ ഈ ചൊവ്വായുമായിട്ടും അല്ലെന്നൊരു ഈ ശുക്രനുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ കല്യാണം, ഇവൻ ആണുങ്ങളായാലും ലേഡീസ് ആയാലും ജെൻസ് ആയാലും അവർക്ക് 30 വയസ്സ് കഴിയാതെ, കല്യാണം പോലും അല്ല 28 വയസ്സിലും ആകാതെ 28 to 36 ആ ഒരു ഏജ് ആകാതെ കല്യാണം കഴിക്കാൻ പറ്റിയല്ല. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ഡയമണ്ട് വാങ്ങിക്കാൻ ഒരു കാരണവശാലും ശുക്രൻ്റെ മേളിൽ കൂടെ ഈ ശുക്രൻ ആക്ടിവേറ്റ് ആകാൻ നമുക്ക് വീടോ വണ്ടിയോ വസ്തുവോ, അപ്പോൾ ഇങ്ങനെ ഈവൻ ഡയമണ്ട് അതേമാതിരിയുള്ള ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റിയാൽ വീട്, വണ്ടി, വസ്തു. അപ്പോൾ ആ ഒരു ശുക്രൻ്റെ ആയിട്ടുള്ള എനർജി, ശുക്രൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗ്രഹമാണ്. നമ്മുടെ പ്ലാനറ്ററി പൊസിഷനിൽ ഏറ്റവും നല്ലതും ഏറ്റവും സമ്പത്തിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതേപ്പറ്റി അറിയാൻ നിങ്ങളുടെ തന്നെ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആയിട്ടുള്ള സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നാളടിക്കുക. എന്നിട്ട് ശുക്രൻ്റെ വീഡിയോ, ശുക്രൻ ഇന്ന നിങ്ങളുടെ നാൾ, രോഹിണിയാണ് രോഹിണി, മകീരമാണ് മകീരം, അങ്ങനെ അടിക്കുക. അപ്പോൾ അടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കയറി വരും. താല്പര്യമുള്ളവർക്ക് അതിനെ പോയി കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്ലി, വീക്കിലി അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രഡിക്ഷൻസ് വരുന്നുണ്ട്. മന്ത്ലി പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനാൻസ്, ട്രാവല്, അല്ലെങ്കിൽ ഹെൽത്ത്, വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള A to Z കാര്യങ്ങൾ ഒറ്റ ഗ്ലാൻസിൽ അറിയാനുള്ള രീതിയിലുള്ള മോഡേൺ രീതിയിലുള്ള ഇതാണ് ചെയ്തേക്കുന്നത്. അതിന്റെ ജസ്റ്റ് സാമ്പിൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി. ഈ ഒരു രീതിയിൽ എല്ലാ ആൾക്കാരുടെയും പ്രഡിക്ഷൻ മന്ത്ലി നിങ്ങൾക്ക്
എങ്ങനെയൊക്കെ ഉള്ളതാണ് കാര്യങ്ങൾ, ഫൈനാൻഷ്യലി എങ്ങനെ നിൽക്കുന്നു, അപ്പൊ എത്ര സ്റ്റാർ ഉണ്ട്, ആ ഒരു സ്റ്റാറിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുന്നത്, അങ്ങനെയൊക്കെ എല്ലാം കാണാൻ പറ്റും. അപ്പൊ വേറൊരു കാര്യം ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ ഹൈപ്പ് ഒന്ന് ഞെക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് എന്തെങ്കിലും ഒരു ബൂസ്റ്റ് ചെയ്യാനോ എടുക്കാനോ, ഒരു ചാനലിന് ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി നല്ലതായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടൊന്നും ഇത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അപ്പോൾ ഒരാൾക്ക് 3 പ്രാവശ്യം വരെ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അപ്പോൾ അത് ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഒന്ന് ഹൈപ്പ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാവും. ഓരോ നാടീയമായിട്ടുള്ള നമ്മുടെ ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ അവിടെ എങ്ങനെ ഏതൊക്കെ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉള്ളെന്നുള്ളത്. മിഥുനൻ രാശിയെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു മിഥുനൻ രാശിയുടെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ബുധനാണ്. അതുപോലെ നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ മകയിരം, തിരുവാതിര, പുണർദം. അപ്പോൾ മകയിരത്തിന്റെ ഒടുവിലത്തെ 2 പാദം ഇവിടെ വരുന്നു. പിന്നെ തിരുവാതിര, പുണർദത്തിന്റെ മുക്കാല്, അതായത് ആദ്യത്തെ 3 പാദങ്ങൾ. ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഇവരെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മകയിരത്തെ കൺട്രോൾ ചെയ്യുന്ന ചൊവ്വാണ്, ഗുരുകർമ്മയാണ്. അതുപോലെ തിരുവാതിരയെ നോക്കിക്കഴിഞ്ഞാൽ രാഹുവാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്, ശുക്രകർമ്മയാണ്. പുണർത്തെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴമാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്, ശനികർമ്മയാണ്. അപ്പം ഈ മകയിരത്തിനെ പറഞ്ഞ് ചൊവ്വാണ് കൺട്രോൾ ചെയ്യുന്നത്, ഗുരുകർമ്മയാണ്. അപ്പം ഈ ചൊവ്വാടെ ആയിട്ടുള്ള ദേഷ്യം, ഈ ഇങ്ങനെയൊക്കെ ഉള്ള നാളുകാർക്ക് ദേഷ്യം അല്ലെങ്കിൽ പിടിവാശി അങ്ങനെയൊക്കെ ഉള്ളത്, അങ്ങനെ അതുകൂടാതെ ഗുരുകർമ്മ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ബാങ്കിങ്, ഫൈനാൻസ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ആംഗിളിലൊക്കെ വർക്ക് ചെയ്യാൻ, പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഒടുവിലത്തെ 2 പാദത്തിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഈ ബുധൻ്റെ ആയിട്ടുള്ള റേഡിയേഷനും കമ്മ്യൂണിക്കേഷനും ബിസിനസ് ചെയ്യാനുള്ള താല്പര്യം, അങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലുള്ള നമ്മൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതേമാതിരി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ തിരുവാതിര നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന രാഹുവാണ് ശുക്രകർമ്മ. അപ്പോൾ ശുക്രൻ്റെ ആയിട്ടുള്ളതും രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടിപ്ലൈ ചെയ്യുന്ന ഗ്രഹമാണ്. ശുക്രൻ എന്ന് പറഞ്ഞാൽ ആഡംബരമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഒരു ഹൈ സെക്ഷൽ എനർജിയൊക്കെ കൂടാനുള്ള ഒരു സാധ്യത, അതുപോലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പഠിക്കാനും എടുക്കാനുമുള്ള താല്പര്യങ്ങളെ, ഇങ്ങനെ ബിസിനസ് ചെയ്യാനുള്ള താല്പര്യങ്ങളെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ പുണർന്നത്തെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴമാണ് ശനികർമ്മ. അപ്പോൾ ശനിയുടേതായിട്ടുള്ള പല രീതിയിലുള്ള താല്പര്യങ്ങളെ, അല്ലെ ചില കൂടുതൽ നടക്കുന്നത് കൂടുതൽ ഇഷ്ടം, അല്ലെന്നൊരില്ല വ്യാഴം, ഇങ്ങനെയൊക്കെയുള്ള വ്യാഴത്തിൻ്റെ ആയിട്ട് ബാങ്കിങ്, ഫൈനാൻസ്, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുധൻ കമ്മ്യൂണിക്കേഷൻ ഗ്രഹം. അങ്ങനെ ബാങ്കിങ്, ഫൈനാൻസ് ഇങ്ങനെയൊക്കെ ഉള്ളതും, സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ ഉള്ള യൂസ് ചെയ്യാനുള്ള താല്പര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോ നാളിനെ പറ്റി നമുക്ക് കർമ്മ മാത്രം വെച്ചിട്ട് പറയാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. ഇവര് സഹോദരങ്ങളുമായിട്ടൊക്കെ വളരെ നാളായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഈ സഹോദരങ്ങളൊക്കെ വന്നിട്ട് കണ്ടുമുട്ടാനും, സഹോദരങ്ങളൊക്കെ കാണാനും, അവരുമായിട്ട് നല്ല നർമ്മ സല്ലാപങ്ങളൊക്കെ പങ്കിടാനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇവർക്ക് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. അതുപോലെ പഴയ നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കളെയൊക്കെ കണ്ടുകൂട്ടാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുകൂട്ടാൻ, അതുപോലെ അയൽവക്കത്തൊക്കെ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാരെ ചിലപ്പോൾ നാട്ടിൽ തിരിച്ചെത്താനും, പഴയ സുഹൃത്തുക്കളെയൊക്കെ കാണാനും, അതുപോലെ അയൽവക്കക്കാരുമായിട്ടൊക്കെ നല്ല നന്മ സല്ലാപങ്ങളെ നടത്താനും, പഴയ ഓർമ്മകളൊക്കെ അയവിറക്കാനും ഒക്കെ ഉള്ള നല്ലൊരു സാഹചര്യങ്ങളെ, അതുപോലെ ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനൊക്കെ ഉള്ളത്, പഴയ എന്തെങ്കിലും നമ്മൾ അഭിപ്രായ വ്യത്യാസം അയൽവക്കക്കാരുണ്ടായിരുന്ന നിലയിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ രമ്യതയിൽ പോകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അതേമാതിരി ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഒരു ലോക്കൽ സപ്പോർട്ട് കിട്ടാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു നാളുകാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൂടാതെ ഇവർക്കിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പാർട്ടീഷന്, വീട്ടിലെന്തെങ്കിലും പാർട്ടീഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാവുന്നവരിൽ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ പാർട്ടീഷൻ ചെയ്യാൻ, അതുപോലെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ അവർ ബ്രദേഴ്സൊക്കെ പറഞ്ഞ് കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുത്ത് നല്ല രമ്യതയിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടെ അവരൊരു വീതം വെക്കാനും എടുക്കാനും ഒക്കെ പ്രോപ്പർട്ടി പാർട്ടീഷൻ ചെയ്യാൻ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. മാത്രമല്ല ഇവരെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ, ചിലപ്പം ഈ ഒരു രീതിയിൽ പുതിയ ഒരു പ്രണയബന്ധം ഉണ്ടാകാനും, അല്ല പഴയ ഒരു പ്രണയബന്ധം പുതുക്കാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല എന്തെങ്കിലും ഒരു നല്ല സ്പെക്കുലേറ്റീവ് ഗെയിൻ, അൺഎക്സ്പെക്റ്റഡ് ഏതെങ്കിലും ഒരു രീതിയിലുള്ള പൈസ കിട്ടാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും KSF ചിട്ടി
അല്ലെന്നൊരു ഈ പറഞ്ഞ ട്രേഡിങ് അങ്ങനെയൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു ഊഹക്കച്ചവടത്തിൽ കൂടെ അപ്രതീക്ഷിതമായിട്ട് ചില ധനം വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ, പുതിയ ഈ പറഞ്ഞ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ, അത് കൂടാതെ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാകാൻ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പൊതുവേ എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു നല്ലൊരു സമയമാണ്. മാത്രമല്ല വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. പുതിയ വിവാഹബന്ധം വന്നു ചേരാന്, പുതിയ കല്യാണ ആലോചനകൾ വരാനും അങ്ങനെയൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. അതുപോലെ ഹസ്ബൻഡ് വൈഫ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ്. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ചില എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ അകന്നു കഴിയുന്നുണ്ടെന്ന് വരിൽ അവരാണെന്ന് വരില്ലേ വന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിർത്തി രമ്യതയിൽ പോകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, വളരെ സന്തോഷകരമായ സല്ലാപങ്ങൾ ചെയ്യാനും നല്ല സന്തോഷകരമായിട്ട് മുഹൂർത്തങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഏറ്റവും നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് പാർട്ട്നേഴ്സിനെ നോക്കുന്ന ആൾക്കാർക്ക് പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടാനും അങ്ങനെയുള്ള അതിൽ കൂടെ ധനാഗമനം ഉണ്ടാകാന്, അതുപോലെ ബിസിനസ്സിനുള്ള ഉയർച്ച വരാന്, ബിസിനസ്സിനകത്ത് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്താന്, അതുപോലെ അല്ലെന്നൊരു ഈ പറഞ്ഞ മാതിരി പുതിയ എന്തെങ്കിലും എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ എടുക്കാനും ഒക്കെ ഉള്ള വളരെ നല്ലതായിട്ടുള്ള ഒരു അനുകൂലമാണ്. അതുപോലെ നമ്മൾ കടമൊക്കെ കൊടുത്തിട്ട് പൈസ തിരിച്ചു കിട്ടുകയെന്ന ഇതത് ലോങ് ക്രെഡിറ്റ് അങ്ങനെയുള്ള പൈസ ഒക്കെ പാസിതായിട്ടുള്ളത് റിക്കവർ ചെയ്യാനോ അല്ലെങ്കിൽ അവർ വന്ന് സംസാരിച്ചിട്ട് നമ്മൾ പൈസ തരാമെന്നുള്ള ഒരു എഗ്രിമെന്റിൽ എത്താനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ. അതുപോലെ ഈ പറഞ്ഞ കല്യാണം കഴിക്കാനുള്ള ആൾക്കാർക്ക് പുതിയ കല്യാണാലോചനകൾ വരാനോ എടുക്കാനോ ഒക്കെ ഉള്ളതെന്ന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ മാരേജ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബ്രേക്ക് ആകാൻ ചില ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട് പ്രത്യേകിച്ച് ഈ ചില ആൾക്കാർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബർത്ത് ഈ കേതുവ്, ശുക്രന്, അതേമാതിരി നമ്മുടെ ചൊവ്വ, ഈ ചൊവ്വ എന്താന്ന് പറഞ്ഞാൽ കല്യാണം നടത്തി കൊടുക്കുന്നതാണ്. അതുപോലെ ഈ ആണുങ്ങളെ ആണെന്നൊരു ചൊവ്വാണ്, ലേഡീസിന്റെ ആണെന്നൊരു ശുക്രനാണ്. അപ്പൊ ഇതിനിടയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു കേതുവിന്റെ ഒക്കെ കണക്ടിവിറ്റി കയറി വരുന്ന ആൾക്കാർക്ക് ഡൈവേഴ്സ്, പ്രത്യേകിച്ച് ഈ ട്രാൻസിഷന്റെ ഈ ഒരു ടൈമില് ഈ കേതു പാസ് ചെയ്യുന്ന സമയത്താണെന്ന് വരില്ല അങ്ങനെയൊക്കെ ഡൈവേഴ്സ് ഒക്കെ ഉള്ളത്. അപ്പം പക്ഷേ അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ശുക്രന്റെ വരവോടുകൂടി അവർക്ക് അപ്രതീക്ഷിതമായിട്ട് അവരെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള ഡൈവേഴ്സിന്റെ വക്കി വരെ എത്തിയിരുന്ന ആൾക്കാർ പോലും അവർ കാര്യങ്ങൾ വന്ന് പറഞ്ഞു തീർത്ത് വളരെ അനുകൂലമായിട്ട് രമ്യതയിൽ പോകാനൊക്കെ ഉള്ള ഒരു സമയമാണ് ഈ ഒരു ശുക്രന്റെ പാസ് വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ജീവിതം, അതായത് ശുക്രൻ വാരിക്കോരി തരുന്ന എല്ലാ സന്തോഷവും ജീവിതത്തിലെ നല്ല നല്ല നിമിഷങ്ങൾ കൊണ്ടുത്തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറഞ്ഞാൽ. അതേമാതിരി നമ്മള് ജീവിതത്തിലെ ഒരു കണക്കിന് ചിലപ്പോൾ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാകാൻ, നല്ല സോഷ്യൽ സർക്കിൾ ഉണ്ടാകാൻ, നല്ല ഗെറ്റ് ടുഗദേഴ്സ് എവിടെയെങ്കിലുമൊക്കെ നല്ല കല്യാണം അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള നല്ല നല്ല ഫംഗ്ഷനിലൊക്കെ പോയിട്ട് പങ്കെടുക്കാൻ, പ്രത്യേകിച്ച് ഹസ്ബൻഡ് വൈഫുമായിട്ടൊക്കെ പോയിട്ട് പങ്കെടുക്കാനൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങള്, നല്ല ഫ്രണ്ട്ഷിപ്പ് വലയങ്ങള്, പഴയ നല്ല സുഹൃത്തുക്കളൊക്കെ കണ്ടുമുട്ടാന്, അപ്പൊ പിന്നെ നമുക്ക് ഈ പറയുന്ന പല ഫുൾഫിൽമെന്റ് പല രീതിയിൽ നമ്മൾ നടക്കത്തില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നടക്കാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങള്, നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങളെ, അങ്ങനെ ജീവിതത്തില് ആകെപ്പാടെ ചില ആൾക്കാർ വിഷമിച്ചിരുന്ന ആൾക്കാർക്കെല്ലാം അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന ഒരു സൗഭാഗ്യമാണ് ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ. അപ്പം ജീവിതത്തിൽ നല്ല നല്ല നർമ്മ സല്ലാപങ്ങൾ, നല്ല ഈ മൊമെന്റുകൾ ഉണ്ടാകാനൊക്കെ ഉള്ള, അതായത് നല്ല പേഴ്സണൽ സീക്രട്ടൊക്കെ സൂക്ഷിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള ഈ ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഫുൾഫിൽമെന്റ്, അതിന്റെ ഒരു സാബലീകരണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടാണ് ഈ ഒരു ഇവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോ ഇത് പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒന്ന് വിചാരിക്കുക, ഇതെല്ലാം നമ്മുടെ പ്ലാനറ്ററി പൊസിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ കർമ്മ ജസ്റ്റ് പറഞ്ഞു പോയി, പക്ഷേ നിങ്ങളുടെ ഇതിലുള്ള ഓരോ പ്ലാനറ്റുകളിൽ ഇരിക്കുന്ന ഓരോ ഗ്രഹങ്ങളെ നോക്കി നമുക്ക് ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും നിങ്ങൾ ആരാകും, എന്താകാനാണ്, എന്ത് പഠിക്കാനോ, എന്ത് പഠിച്ചാലും നമുക്ക് വിജയിക്കാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ട് വേണം ഞാൻ പറയുന്നത് ഒരു 12 വയസ്സായ കുട്ടിയായപ്പോലും അവരെ തീർച്ചയായിട്ടും അവരെ ബർത്തിയായിട്ട് അനലൈസ് ചെയ്യണം. കാരണം അവരെ ചാനലൈസ് ചെയ്യണം. അവരെ എന്ത് പഠിക്കണമെന്ന് പറഞ്ഞാൽ അവർ പഠിക്കുന്നത് ഒരു സബ്ജക്റ്റിൽ അല്ലെ അവരുടെ ബർത്തിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാനറ്ററി പൊസിഷന് ഏതൊക്കെ ഗ്രഹങ്ങൾ കണക്ടിവിറ്റി നിൽക്കുന്നു.
അപ്പോൾ പ്രത്യേകിച്ച് ബുധൻ എഡ്യൂക്കേഷൻ്റെ ഗ്രഹമാണ്. ആ ബുധനുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ ഗ്രഹങ്ങൾ കണക്റ്റ് ആയിട്ടുണ്ട്, അപ്പോൾ ആ ഒരു രീതിയിലുള്ള അല്ലെന്നൊരു എവിടെയൊക്കെ നെഗറ്റീവായിട്ടുള്ള പ്ലാനറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള പ്ലാനറ്റിൻ്റെ കാര്യങ്ങൾ, ആ ഗ്രഹങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ സക്സസ് ആകത്തില്ല. അതേസമയം നമുക്ക് ഫേവറബിളായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, പല ഗ്രഹങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. ആ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉയർച്ച, ജീവിതത്തിൽ ഭയങ്കര ഉയർച്ച. അത് തന്നെയല്ല, ആ പഠിക്കുന്നതായിരിക്കും ഫ്യൂച്ചറിൽ തൊഴിൽ കിട്ടുന്നത്. അപ്പോൾ തൊഴിലും അവിടെ നോക്കുമ്പോൾ ഫ്യൂച്ചറിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ തൊഴിലെന്ന് പറഞ്ഞാൽ അവിടെ തൊഴിലിൻ്റെ ഗ്രഹം ശനിയാണ്. അപ്പോൾ ശനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അങ്ങനെ ഓരോ കണക്ടിവിറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ. ഇവൻ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരാളെ വൃത്തിയായിട്ട് പോയിക്കാൻ വിദേശത്ത് പോകാനുള്ള യോഗമുണ്ടോ, അല്ലെങ്കിൽ അവിടെ ജീവിതത്തിൽ എത്ര ഉയർച്ച വരും, സമ്പന്നനാവോ, അല്ല ഫൈനാൻഷ്യൽ ലോസ് വരുമോ, ജീവിതത്തിൽ വിദ്യാഭ്യാസം മുടങ്ങുമോ, എ ടു സെഡ് പറയാൻ നമുക്കിവിടെ ടെക്നോളജി ഉണ്ട്. അതാണ് നമുക്ക് ഈ ബൃഹനാടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രഡിക്ഷൻ പാർട്ടുള്ള വ്യത്യാസങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒരു സയൻസിലും ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറയാൻ പറ്റത്തില്ല എന്ന് പറയാൻ 100%. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.